ആരാ നോക്കി? രഘുവാണല്ലോ. മഞ്ചാടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോകുലിനെ കാണാൻ വന്നതായിരിക്കും ഇനി. ഈശ്വര, ഗോകുൽ അകത്തുണ്ടല്ലോ. അവനിവിടെ ഇല്ലെന്ന് പറയാല്ലേ? നമസ്കാരം അങ്കിൾ. ആന്റി സുഖമല്ലേ? സുഖമായിരിക്കുന്നു രഘു. എന്താ രഘു പെട്ടെന്ന് ഈ വഴിക്കൊക്കെ? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലെങ്കിലേ, അങ്കിളിനൊന്ന് കാണാൻ വന്നതാ. എന്നാ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. എടി നീ ഒരു ചായ എടുക്ക്. രഘു വാ. വാ രഘു. അങ്ങോട്ടിരിക്കേ. പറ രഘു, എന്താ നിനക്ക് എന്നെ കാണാൻ തോന്നാൻ? ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അങ്കിൾ എനിക്കന്ന് നല്ലൊരു ജോലി കളഞ്ഞിട്ട് പോയവനാ ഞാൻ. അങ്ങനെ പറയാൻ പറ്റുമോ രഘു? അന്നത്തെ സാഹചര്യത്തിൽ പോകുന്നത് നല്ലതെന്ന് നിനക്ക് തോന്നി, നീ പോയി. അല്ല, നമ്മൾ വഴക്കിട്ട് പിരിഞ്ഞൊന്നും അല്ലല്ലോ. എന്നാലും അതൊരു അഹങ്കാരമായി പോയോന്ന് എനിക്കിപ്പോൾ തോന്നുക. കല്യാശ്ശേരി തറവാട്ടിൽ സൂപ്പർവൈസറായിട്ട് ജോലിയാന്ന് വിചാരിച്ചെങ്കിലും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ എല്ലാവരും തിരിച്ചു പോന്നു. ഇപ്പോൾ കേസ് കൊടുത്താൽ മാത്രമേ ആ തറവാടിൻ്റെ അവകാശം പോലും സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയാ. ഓഹോ, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ജോലിയില്ലാതെ നിൽക്കുക. ആകെ ബുദ്ധിമുട്ടാ. ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. രഘുവിനെ കയ്യിലെടുക്കാൻ പറ്റിയ സമയമാണിത്. ഇനി അങ്ങോട്ട് ഇവൻ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് നല്ലതാ. അങ്കിൾ എന്നെ എന്തെങ്കിലും ഒരു ജോലി ഒന്ന് സഹായിക്കണം. ഞാനത് തന്നെ രഘു ആലോചിക്കുന്നത്. അല്ല, അന്നിരുന്ന ഈ ഫിനാൻസ് കമ്പനിയിലൊക്കെ വേറെ ആളായിപ്പോയി. ഇനിയിപ്പോ അല്ല രഘുവേട്ടാ, അച്ഛാ തസ്തികയൊന്നും ഇല്ലെങ്കിലും രഘുവേട്ടൻ നമ്മളോട് നിൽക്കട്ടെ. അച്ഛാ, രഘുവേട്ടൻ സ്ഥിരമായി നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കാം. ഞാൻ നിൽക്കാം ഗൂഗിൾ, സ്ഥിരമായിട്ട് തന്നെ നിൽക്കാം. ആര് തോപ്പിച്ചാലും ഈ രഘു തോക്കില്ലെന്ന് എനിക്ക് ചിലർ കാണിച്ചു കൊടുക്കണം. ചായ കുടിക്ക് രഘു, നമുക്ക് ആലോചിക്കാം. മാഷിന് സുഖാണോ രഘു? അമ്മാവിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ് ആന്റി. മഞ്ചാരിയുടെ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അന്വേഷിച്ച് നടക്കുക അമ്മാവനിപ്പോ.